ഹലോ. നമ്മൾ ഏറ്റവും കൂടുതൽ വാശി പിടിക്കുന്നതും വഴക്കുണ്ടാക്കുന്നതും ദേഷ്യപ്പെടുന്നതുമൊക്കെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആരാണോ അവരോടായിരിക്കും. അപ്പോൾ നമ്മളോട് ശരിക്കും ഇഷ്ടമുള്ളവർ നമ്മളെ വിട്ട് ഒരിക്കലും പോകൂല. നമ്മളോട് അല്പസ്വല്പം ഇഷ്ടമുള്ള ആളുകൾ, നമ്മളെ മനസ്സിലാക്കാത്തവർ, നമ്മളുടെ വാശിയും ദേഷ്യവും അതുപോലെ നമ്മൾ അവരോട് വഴക്ക് കൂടുന്നതും കണ്ട് അവർ എന്നേക്കുമായി നമ്മളെ വിട്ട് പോകും. അങ്ങനെ പോയിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഒരിക്കലും അതോർത്ത് സങ്കടപ്പെടരുത്. കാരണം നമ്മളെ ശരിക്കും ഇഷ്ടമുള്ള, നമ്മളെ വേണം എന്ന് ഹൃദയത്തോട് ചേർത്തിയ ആരും ഒരിക്കലും നമ്മൾ ദേഷ്യപ്പെട്ടു അല്ലെങ്കിൽ നമ്മൾ വഴക്കുണ്ടാക്കി നമ്മൾ പിണങ്ങി എന്നതുകൊണ്ട് ഒരിക്കലും അവർ നമ്മളെ വിട്ട് പോകില്ല. നമ്മൾ പിണങ്ങി, ദേഷ്യപ്പെട്ടു, വഴക്കുണ്ടാക്കി, ആ കാരണം കൊണ്ട് ഒരാൾ നമ്മളെ വിട്ട് പോയാൽ അവരുടെ പിന്നാലെ ഒരിക്കലും നമ്മൾ പോകരുത്. കാരണം അവർ നമ്മളെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല, നമ്മൾ അവർക്ക് ആവശ്യവുമില്ല. യഥാർത്ഥ സുഹൃത്തെന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ വഴക്കുണ്ടാക്കിയാലും, എത്ര പിണങ്ങിയാലും, എത്ര ദേഷ്യപ്പെട്ടാലും അവർ നമ്മളെ വിട്ട് പോവുകയില്ല. നമ്മളുടെ പിന്നാലെ അവർ വരും. അങ്ങനെ ഏതെങ്കിലും ഒരുത്തൻ്റെ ഒരു സുഹൃത്തിൻ്റെ പിന്നാലെ നമ്മൾ എത്ര പിണങ്ങി ദേഷ്യപ്പെട്ട് പിന്മാറി പോയിട്ടും അവർ നമ്മളുടെ പിന്നാലെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതികൾ. കാരണം എന്തെന്നറിയാമോ? നിങ്ങൾക്ക് ദൈവം തമ്പുരാൻ ഏറ്റവും നല്ല ഒരു സുഹൃത്തിനെ തന്നിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നിങ്ങളുടെ സ്വന്തം സലീം കോങ്ങോട്ടുകുളം.